ഹലോ ഗായ്സ്, ബിന്ദു വിജയ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കുറച്ച് ചട്ടികൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-10 ചട്ടി വലുതും ചെറുതുമായി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 10 മേലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചട്ടികളിൽ കുറച്ച് സാധനങ്ങൾ നടാനാണ്. അപ്പോൾ ചീര, വെണ്ട, മുളക്, വഴുതനങ്ങ. അപ്പോൾ കുറേ ചപ്പും ചവറും വേസ്റ്റുകൾ നന്നായി കരിയിലകളൊക്കെ വേസ്റ്റ് മിശ്രിതമാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് വളമണ്ണാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റ് നന്നായി കരിയിലൊക്കെ ഉണങ്ങി പൊടിച്ച് ചേർന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ബക്കറ്റുകളിലാക്കിയിട്ട് വെച്ചതാണിത്. അപ്പോൾ ഇത് ചട്ടികളിലേക്ക് നിറച്ച് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഉണ്ടാക്കിയ കുറച്ച് വളവും ഉണ്ടായിട്ടോ. അത് രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ ഓരോ ചട്ടികളിൽ ആക്കി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ വെയിൽ മൂക്കും മുമ്പ് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകിട്ടാണ് ഞാനിത് ചെയ്തത്. വൈകിട്ട് നട്ടില്ല, പിറ്റേ ദിവസം ഞാൻ നനച്ചൊക്കെ കൊടുത്തിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ വിത്തുകൾ നട്ടത്. അപ്പോൾ ഇത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വളമണ്ണൊക്കെ ഇട്ട് നിറച്ച് കൊടുക്കുക എല്ലാ ചട്ടികളാണിത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ നമ്മൾ അതിലേക്ക് മുളക് നടാണ് കേട്ടോ. മുളക് നട്ട് കൊടുക്കാം. അപ്പോൾ ആ മുളക് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മണ്ണൊക്കെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തതായിട്ട് നടാൻ പോകുന്നത് നമ്മുടെ വെണ്ടക്കായ കുരുവാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്കായ വിത്ത് നട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത വിത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ വെണ്ടക്കായ ആണ് ഇപ്പോൾ നട്ടത്. ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ചീര വിത്താണ് അടുത്തത് നടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട് വെണ്ടക്കായര്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കണം. അതിലേക്ക് വെള്ളം തെളിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത സെക്ഷൻ നമ്മുടെ ചീര വിത്ത് നട്ടതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചീര വിത്തുകളും നട്ടു കൊടുക്കാം. അപ്പോൾ കുറച്ച് ചീര വിത്തുകളും ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ മുളക്, വഴുതനങ്ങ, വെണ്ടക്കായ ഒക്കെയാണ്. അപ്പോൾ ഇനി വഴുതനങ്ങയുടെ കുരാണ് അടുത്ത് നടന്നത് കേട്ടോ. അപ്പോൾ വഴുതനങ്ങയുടെ കുരും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് മേലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ടൊന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല കരിയിലയുടെ വളമാണ്. കരിയില കൊണ്ട് ഉണ്ടാക്കിയ വളമാണ്. എൻ്റെ വീട്ടിലെ പൂച്ചയാണ് കേട്ടോ. മങ്കുട്ടനടുത്ത് തന്നെ കൃഷി ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ നിരത്തി വെച്ചിട്ട് അതിലേക്ക് കുറേയൊക്കെ നടാനുണ്ട്. നട്ടതൊക്കെ ഞാൻ കാണിക്കാം ഗൈസ് ഇതിലേക്ക്.